എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് ന്യൂജേഴ്സിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. കേപ്പ് മേ. അമേരിക്കയിലെ ഗോവ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, ഏകദേശം ഒരു ബീച്ചൊക്കെ ഉള്ളൊരു സൈഡാണ്. നമ്മളിതിനു മുമ്പ് പോയിട്ടുണ്ട്. അതായത് നമ്മൾ അമേരിക്കയിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് പോയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. പക്ഷെ അന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടവും ഒന്ന് കറങ്ങാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം കുറച്ച് നല്ല നല്ല ഭാഗങ്ങളൊക്കെ പകർത്തി ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് കാണിക്കാത്ത കാഴ്ചകളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ നമുക്കൊന്ന് പോയാലോ, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കണ്ടേ. കാരണം വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കേപ്പമേ. നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല അവിടുത്തെ കാഴ്ചകൾ. അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങുകളും ഒക്കെ വളരെ ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ആ വീഡിയോ പണ്ട് നിങ്ങൾക്ക് ഓർക്കണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഓർമ്മയുണ്ട് ആ സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പോകുന്ന വഴികളൊക്കെ. പിന്നെ ഇത്തിരി ദൂരം കൂടുതലുണ്ട് ഇവിടെ നിന്ന്, എങ്കിലും നല്ല കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മളിവിടെ അമേരിക്കയിൽ വന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. നമ്മൾ ഒരുപാട് സ്റ്റേറ്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. ന്യൂജേഴ്സി തന്നെ എന്തോരം സ്ഥലങ്ങളല്ലേ നമ്മൾ കണ്ടേക്കണത്. ഇനിയുണ്ട് ഇഷ്ടമാതിരി സ്ഥലങ്ങൾ. ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളുടെ ഒരു പറദീസ് തന്നെയാണ് ഈ അമേരിക്ക എന്ന് പറയണത്. ഞാൻ ഈ അമേരിക്കയിൽ വന്നതിന് മുമ്പ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും സ്ഥലങ്ങളൊക്കെ ഈ ന്യൂജേഴ്സിയിൽ ഉണ്ടാവുന്നു. പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്. അല്ല എന്ത് നോക്കിക്കേണ്ട, എൻ്റെ ബാക്കൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി പച്ചപ്പാണല്ലേ. നമ്മൾ കാണാത്ത എന്തോരോ സ്ഥലങ്ങളാണെന്ന് അറിഞ്ഞ ഈ അമേരിക്കയിലുള്ളത്. ഇനി ഒരുപാടുണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി. ഇനിയിപ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞ സമയം കളയണം, നമുക്ക് എന്തായാലും പോകാം. അവിടെ എത്തണ്ടേ. ഒരുപാട് വഴിയിലെ കാഴ്ചകളൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സ്ഥലത്ത് എത്താം, അതല്ലേ നല്ലത്. സമയം 1:30 നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുറേ യാത്ര ചെയ്തു. പിന്നെ ഇപ്പോൾ ലഞ്ച് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല, അവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. 1:30 ആയല്ലോ. നമ്മൾ ടാക്കോ ബെല്ലിലാണ്ടോ വന്നേക്കണത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം, എന്നിട്ട് യാത്ര തുടരാം. അല്ലേ, അതല്ലേ നല്ലത്. നല്ല വെയിലുണ്ട്. നമ്മൾ പോണ വഴി ഹൈവേ തന്നെയാണ് കേട്ടോ ഈ ടാക്കോ ബെല്ല് വരുന്നത്. ഇത് കണ്ട ഹൈവേയുടെ സൈഡിൽ തന്നെ. ഇവിടെയൊക്കെ പുറത്തിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അകത്തേക്ക് പോവാം. ആളുകളിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കണോണ്ടട്ടെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു 2-3 ടൈപ്പ് ഡിഷാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷവർമ പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ ഒരു റൈസ് ബൗൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ നമ്മൾ കോക്ക് അൺലിമിറ്റഡ് ആയിരുന്നേ. അതിപ്പോൾ ടാക്കോ ബെൽ അങ്ങനെയാണല്ലോ. ഷവർമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകം ഇതുമാതിരത്തെയാണ് കേട്ടോ ഫില്ലിങ് വരുന്നത്. ബൗളിൽ വെജിറ്റബിൾ, റൈസ്, പിന്നെ മീറ്റ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബൗളായിരുന്നു. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈവേയിലൂടെ ആണോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അന്ന് ആണെന്ന് തന്നെ പറയാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. എന്തായാലും അടിപൊളി വഴിയാണ്. കണ്ടില്ലേ, ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെയായിരുന്നു യാത്ര. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അതിരപ്പള്ളിക്കൊക്കെ പോവില്ലേ, വാൽപ്പാറ, അതുപോലത്തെ ഒരു വഴിയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുക. എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്താനായിട്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നേക്കണത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സൂ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഇവിടെ ഒന്ന് വന്നോന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാതിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടില്ല, ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എവിടെ വേണേലും വണ്ടിയിടാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്ടാ. ഈ സമ്മറിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അറിയാലോ, വെയിലിൻ്റെ കളിയാണ്, നല്ല ചൂടും. നമ്മളങ്ങനെ ഈ സൂവിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുക സിപ്പ് ലൈൻ പോലത്തെ ഇങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ട്, ഫുള്ളും അങ്ങനത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മരങ്ങളിലൊക്കെ മൊത്തത്തിൽ അതിങ്ങനെ വച്ച് കെട്ടിയൊക്കെ ഇരുന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഈ സൂവിൻ്റെ ഉള്ളിൽ നമുക്ക് കയറുന്നതിന് പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള്
ഫ്രീ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വല്ല ഐറ്റംസും ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പം നമ്മൾക്ക് അവിടെ നിന്ന് ഒരു ഇന്ത്യൻ ഒരു അങ്കിളിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൾ അവിടെ ഇങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഫാമിലിയൊക്കെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അതേ നമ്മുടെ കൂടെ കൂടി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സിപ്പ് ലൈനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട്. ഇടയ്ക്ക് കൂടിയൊന്നും നമുക്ക് ഇവിടെയൊന്നും കയറാൻ പറ്റാട്ടോ. ഫുൾ അവിടെ ഇങ്ങനെ കയറാത്ത രീതിയിൽ കവർ ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെയൊക്കെ ശരിക്കുള്ളൊരു എൻട്രൻസിൻ്റെ അവിടെ അപ്പുറത്ത് ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നാണ് അതൊക്കെ കയറാൻ പറ്റുള്ളൂ. കുറേ കുട്ടികളൊക്കെ അതിൻ്റെ മീതെ കയറുന്നുണ്ടെന്നേ. ഇത് കണ്ടില്ലേ. അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല. കാരണം വെച്ചാൽ ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല കേട്ടോ ഇത് ചെയ്തേക്കണത്. ഇതെന്താണ് ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല രസമുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഏക്കർ കണക്കിനാണ് ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെ മരങ്ങളിൽ മൊത്തത്തിൽ ഇവരിങ്ങനെ ചെയ്തു വെച്ചേക്കണത്. എല്ലാ മരങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല രൂപത്തിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കണതേ. പിള്ളേർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരുപാട് ഹൈറ്റിലും അല്ലല്ലോ. ഇത് കണ്ടില്ലേ, വലിയ ഹൈറ്റിലൊന്നും അല്ല അത് ചെയ്തു വെച്ചേക്കണത്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കണേ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സൂവിന് വേറെ എൻട്രൻസ് ഉണ്ട് അപ്പുറത്ത്. നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ അടുക്കള വശത്ത് കൂടി കയറിയ പോലെ ആയിപ്പോയി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും സൂവിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ഇനി സൂവിൻ്റെ അകത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ദേ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ പറയുക, റെസ്റ്റ് ഏരിയ, പിന്നെ ഷോപ്പുകൾ, അതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂവിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ടില്ലേ, ഇത് ഫ്രീ ആണ് എങ്കിൽ പോലും ടിക്കറ്റ് കൊടുത്ത് കയറുന്ന രീതിയിലാണ് കേട്ടോ ഫുള്ള് അറേഞ്ച് ചെയ്തേക്കണത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കയറുക, സെക്യൂരിറ്റി, അങ്ങനെ ഫുള്ള് നല്ല അടിപൊളിയായിട്ടാണ് ഇവരിതിങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. ഫസ്റ്റ് തന്നെ പിഗാണ്. ഇത് നോക്ക്, പിഗിനെ നോക്ക്. ആയ് 3 എണ്ണം ഉറങ്ങി കിടക്കുക. ഈ പിഗിൻ്റെ കൂട് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ വഴിയരികിൽ കാണാറുണ്ട്, ഇത്തരം വീടുകൾ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചേക്കണം. അന്നൊന്നും ഇതെന്താണ് സംഗതിന്ന് പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. അടുത്തായിട്ട് സുഹൃത്തുക്കളെ, നമ്മളിതേ പശുവിനെ കണ്ടിരിക്കുകയാണ്. പശു ഇങ്ങനെ വൈക്കോല് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് വലിയ അതിശയമൊന്നും തോന്നില്ലെങ്കിലും ഇവിടുത്തെ ആളുകൾ ഇതൊക്കെ വളരെ കൗതുകത്തോടു കൂടിയാണ് വീക്ഷിക്കണത്. മാത്രമല്ല ഇതിനെ ഫീഡ് ചെയ്യാനുള്ള പുല്ലൊക്കെ നമുക്ക് അവിടെ കിട്ടും, പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു, അതിന് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുള്ള കാഴ്ചയല്ലേ. അപ്പോൾ ആ പശുവിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കണത്. അതിൻ്റെ പാലും എത്ര കിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഫുഡ് വാങ്ങിക്കണത്. നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ഇങ്ങനെ കിട്ടും അങ്ങനെ. അപ്പോൾ ഈ പശുവിൻ്റെ പേരാണ് ജില്ലി എന്ന് പറയണത്. അതിൻ്റെ വീടും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആടിനെയാണ്. ആടാണെങ്കിൽ എൻ്റെ പൊന്നെ എന്തൊരു വലിപ്പമാണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പശു, ഒരു കുട്ടി പശുവിൻ്റെ അത്രയൊക്കെ വലിപ്പമുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ ഓർക്കുമോ അത്ര വലിപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നല്ല വലിപ്പമുണ്ട്. അതെന്താണ് അങ്ങനത്തെ ഇനമൊന്നും എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിലും ഉണ്ടാവുമായിരിക്കട്ടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ആടുകളൊക്കെ. എന്തായാലും പാത്തു അതിനിതേ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിങ്ങനെ നക്കണ കാരണം പാത്തുവിന് എന്തോ മാതിരി ആദ്യമായിട്ടാണ് പാത്തു ഇങ്ങനത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഇത്തരം എക്സ്പീരിയൻസുകൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഭയങ്കര സംശയമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഫുഡ് വാങ്ങിക്കാം, എന്നിട്ട് ഇതിനെയൊക്കെ ഫീഡ് ചെയ്യിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പല കളറിലുള്ള ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ആടിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല സുന്ദരി ആടാണ്. അപ്പോൾ ഈ ആടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ കുട്ടികളായിട്ട് വന്നിട്ട് അതിനെങ്ങനെ ഫീഡ് ചെയ്യിപ്പിക്കണത്. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. പശു ആയാലും ആടും ആയാലും എല്ലാത്തിനെയും ഇങ്ങനെ ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടാണെങ്കിൽ നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കണമെന്ന് അതേ കണ്ടില്ലേ ഒരെണ്ണം ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അത് അറ്റത്തുനിന്ന് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കിട്ടുമല്ലോ ഫുഡ്, അതിന് വേണ്ടിയിട്ട്. എന്തായാലും നല്ല വലിയ ആടാണ് കേട്ടോ. അത് പറയാതെ പറ്റൂല, വലിയ ആട് തന്നെയാണ്. അത് എന്തേനോണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിലും ഉണ്ടാവണം. എന്തായാലും എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ പെറ്റിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് തന്നെയാണ്. ആട്, കോഴി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു.
അപ്പോൾ അതേ ആടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആടിൻ്റെ വീട്. കുറേ മുറികളൊക്കെ ഉണ്ട്, ഫാനൊക്കെ ഉണ്ട് കേട്ടോ ആ റൂമിൽ. മുറ്റത്ത് തന്നെ ഇത് കണ്ടില്ലേ, മേശയും ബെഞ്ചൊക്കെ ഇട്ട് വെച്ചേക്കണത്. എനിക്ക് തോന്നണം അതിന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാവണം അല്ലേ. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. അപ്പോൾ അമേരിക്കയിലെ ആടുകളെ കണ്ടില്ല എന്ന് വേണ്ട, കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ആടും. ഇവിടുത്തെ ആ ഒരു രീതിയൊക്കെ ഭയങ്കര വൃത്തിക്കാണ് കേട്ടോ ഇട്ടേക്കണത്. അങ്ങനെ ഭയങ്കര സ്മെല്ലാ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തേക്കണത്. വേറൊരു അതിശയം നോക്കിക്കണ്ടേ, ഇവിടുത്തെ ആടുകൾക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് കേട്ടോ. അത് ശരിയായിട്ടുള്ളതാണോ അതോ വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി എഴുതി വെച്ചാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കണ്ടിട്ട് ഇത് ഒറിജിനൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ. ഓരോ ആടും അതിൻ്റെ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഐഡിയ ഒക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് സുഹൃത്തുക്കളെ നമ്മളിതേ മയിലിനെ കണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരുമെന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഒച്ചയൊക്കെ രസം. കുറേ നേരം ആയല്ലോ സ്ട്രെച്ച് പോലെ നിൽക്കണം, കരയുള്ളേ. ആ മയിലാണെങ്കിൽ ഇപ്പം സൗണ്ട് ഉണ്ടാക്കും, ഇപ്പം ഇത് അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് എവിടെ ഒരു രക്ഷയില്ല. അതാണെങ്കിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കൂട്ടിൽ കഴുകനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ റോഡ് സൈഡിലെ മരങ്ങളിലൊക്കെ നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ കഴുകന്മാരെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ മയിൽ വീണ്ടും ദേ നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കുറേ നേരമായി ആ മയിൽ സ്ട്രെച്ചുമായിട്ട് നിൽക്കണത്. നല്ല രസമുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. ഞാനാണെങ്കിൽ അതിൻ്റെ പീല് വിടർത്തും എന്നും വിചാരിച്ച് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത്. എവിടെ ഒരു രക്ഷയില്ല കേട്ടോ, അത് അനങ്ങണേ ഇല്ല. അതാണെങ്കിൽ അവിടെ അടുത്തെങ്ങാണ്ട് ഏതോ ഒരു അനിമൽ കിടന്ന് ഒച്ച ഉണ്ടാക്കണ കേട്ടിട്ടാണ് ഇതും കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് നോക്കിക്കണ്ടേ ഒട്ടകത്തിനെ ആയിട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒട്ടകമാണെങ്കിൽ കിടന്ന് ഉറങ്ങണ ഒരു ടൈമാണെന്നാണ് കേട്ടോ തോന്നണത്. അത് ആ ഒരു മരത്തിൻ്റെ ഇടയിലായിട്ട് അതിങ്ങനെ കിടന്ന് ഉറങ്ങണം. അതിങ്ങോട്ട് എണീറ്റ് വന്നേയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഇതേ വേറൊരു ഒട്ടകം ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ ദൂരെ നിന്ന്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാലോ എന്ന് വിചാരിച്ചായിരിക്കണം. അത് പകുതി വരെ നടന്നിട്ട് വീണ്ടും അത് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ഇതാണ് മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നിട്ടുള്ള ഒട്ടകം. അതിങ്ങനെ നല്ല ക്ഷീണത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് അത് എഴുന്നേറ്റ് വരാത്തത്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ ഈ അനിമൽസിനെയൊക്കെ കാണാനായിട്ട്. പണ്ടൊടുങ്ങി ഈ സൂവിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ. പിന്നെ പ്രത്യേകിച്ച് പിള്ളേരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമാണല്ലോ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ ഓരോ അനിമലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണ കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മളിതേ ലാമേനെയാണ് കേട്ടോ കണ്ടേക്കണത്. നിങ്ങളാരെങ്കിലും അത്തരം അനിമലിനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഈ ലാമ. ഏകദേശം ഒരു ആട് പോലെയൊക്കെ ഇരിക്കുമെങ്കിൽ ആടൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ വിചിത്രമായ വഴികളിലൂടെ നമ്മൾ പോവുകയാണ് ഓരോ മനസ്സിനെയും തേടിക്കൊണ്ട്. ഭാഗത്തൊക്കെ നല്ല തണലുണ്ട് കേട്ടോ. പുറത്തുണ്ട് ലാമകൾ അറ്റത്ത് കിടന്നുറങ്ങുന്ന കണ്ടു. ലാമ സ്റ്റാച്ചു ആയിട്ടിരിക്കുന്ന ലാമ. ഇത് കറുത്ത കളറിലുള്ള ലാമയാണ്ടോ. നേരത്തെ കണ്ടത് വൈറ്റ് ആണ്. നല്ല ഭംഗിയില്ല അതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാനായിട്ട്. ഇവിടേക്ക് ഇഷ്ടംമാതിരി ഫാമുകളുണ്ട് കേട്ടോ ഇതിൻ്റെ. നമുക്ക് ഒന്നും പോയി കാണാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നല്ല ഭംഗിയാണ് ഇത് കാണാൻ. എന്തേ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതുമാതിരി ഇങ്ങനെ ബ്രിഡ്ജ് പോലെ ആയതുകൊണ്ട് നല്ല രസമുണ്ടാകും നടക്കാനായിട്ട്. നോർത്ത് അമേരിക്കൻ പാര. ഇവിടെ എന്താണ് ഒരു വെള്ളം കാണുന്നുണ്ടല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. ഇത് നോക്കാം. ഹായ്. വൈക്കോൽക്കുറമ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ. ആ ലാണ്ടിൽ അറ്റത്ത് കാണുന്നുണ്ട്.
കാട്ടുപോതാണ് കേട്ടോ ഗൈസ് ഇത് ശരിക്കും പറഞ്ഞാലേ ഇതിന് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന് നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിക്കും കാണൂല, അതങ്ങനെ ദൂരത്തൊക്കെ പോയി നിൽക്കും. പിന്നെ ജസ്റ്റ് ചിലപ്പോൾ ഭാഗ്യം കൊണ്ടൊക്കെ അതിങ്ങനെ നടന്ന് നമ്മൾ ആ നടക്കണ വഴിയുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അടുത്ത് കാണാൻ പറ്റും. അതൊരു ഭാഗ്യം വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ദൂരത്തൊക്കെ തണല നോക്കി അതങ്ങനെ കിടന്ന് ഉറങ്ങിയിരിക്കും. അങ്ങനെ ഗൈസ് നമ്മളിതേ സിംഹത്തിനെ കണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ ഉച്ചയൂണും കഴിഞ്ഞ് ഉറങ്ങണ സമയമാണെന്ന് തോന്നണം. അപ്പോഴാണെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാർ കിടന്ന് ഒച്ചപ്പാടും ബഹളവും, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അതിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. അതുകൊണ്ടാണ് തോന്നണം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീറ്റി ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. സിംഹം ചീറ്റിയതാണോ അതോ പാട്ട് പാടിയതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേനും ഒരു കുരങ്ങൻ്റെ ഷേപ്പിലുള്ളൊരു ജീവിനെയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞത്. ഇതെന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അണ്ണാനെ പോലെ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. ടിറ്റി മങ്കി, മാർമോസ്റ്റ്. അതിന് ശേഷം കുറച്ചും കൂടി കുരങ്ങൻ്റെ ഒരു സാമ്യമുള്ള ഒരു ഭാഗത്തേക്കാണ്ടോ നമ്മൾ എത്തിയത്. കാരണം എന്ന് വെച്ചാൽ കുരങ്ങനാണ് അതിൻ്റെ പേര്, പക്ഷേ ഇത് ഭയങ്കര ഒരു വിഷമുള്ള ജാതി എന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കണത്. അതിന് നമ്മളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തോ നമുക്ക് അസുഖങ്ങളൊക്കെ വരും, അങ്ങനെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു അനിമലാണ് ഇതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും സാധനത്തിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുരങ്ങൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയാൽ കൊഞ്ചിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കുരങ്ങന്മാരായിരുന്നു ഇത്. പക്ഷേ അതിനെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കണം. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇവർ പരിചരിക്കണത് എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ ഗ്ലൗസ് എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കണം അല്ലേ. ഈ അനിമൽസിനെയൊക്കെ പല പല സെക്ഷനായിട്ടാണ് കേട്ടോ തിരിച്ചേക്കണത്. നമ്മളിങ്ങനെ പോകണ വഴിയിൽ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് ക്ഷീണിച്ചവർക്ക് വേണമെങ്കിൽ അവിടേക്ക് ഇരിക്കാം. അപ്പോൾ അതേ നമ്മൾ ആഫ്രിക്കൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് കേട്ടോ ഇപ്പോൾ കിടക്കണത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് പറഞ്ഞത്. സെറ്റ് ചെയ്തേക്കണ കാണാൻ ഒരു ബ്രിഡ്ജ് പോലെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തേക്കണത്. ഫുള്ളിങ്ങനെ മരം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല രസം. ഇങ്ങനെ ഫുള്ള് കാടാണെന്നേ. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കാടാണ്. ഇതിങ്ങനെ പൊക്കി നിർത്തിയിട്ടാണ് ഈ ബ്രിഡ്ജ് പോണത്. കണ്ടില്ലേ, ഇതിൻ്റെ താഴെ ഇങ്ങനെ മരക്കുറ്റി പോലെ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് പോണത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് കാണാം. അപ്പോൾ ഇങ്ങനെ നടക്കണ വഴിയിൽ ഇതേ പുള്ളിപ്പുലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര നേരം ഷൂഷു കാണിച്ചിട്ട് അത് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മളിതേ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ജിറാഫിനെയാണ് കേട്ടോ. ജിറാഫിൻ്റെ ആ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ടോ അതിന് കൊടുത്തേക്കണത്. ആ കാണുന്നിടത്തേക്കൊക്കെ അതിന് പോകാം. അതുകൊണ്ടാണെന്ന് തോന്നണം ഇവിടെയാണെങ്കിൽ ജിറാഫിനെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ കാടിൻ്റെ ഉള്ളിൽ എവിടെയോ നിൽപ്പുണ്ട് ആ സാധനം. അത് ഇങ്ങോട്ട് നീങ്ങി വന്നാലുള്ള എനിക്ക് തോന്നണം അതുകൊണ്ടായിരിക്കണം അവിടെ ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളൊരു ബൈനോക്കുലറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ എന്തായാലും ജിറാഫിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോരം ആൾക്കാരാണെന്ന് അറിഞ്ഞത് കാണാൻ. കൂടുതൽ ഇന്ത്യക്കാരാണ് ഇവിടെ ഇതൊക്കെ കാണാനായിട്ട് വന്നേക്കണത്. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തായിട്ട് നമ്മളിതേ സീബ്രേനെ കണ്ടിരിക്കുകയാണ്. ഒരുപാട് സീബ്രാസ് ഉണ്ട് കേട്ടോ. അതിൽ നോക്കിക്കേണ്ട വൈക്കോല് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അല്ല ഇങ്ങനെ പൊക്കി അതിങ്ങനെ തിന്നണ കാണാൻ നല്ല രസമുണ്ട്. ഇതിനും ഉണ്ട് കേട്ടോ ഒരുപാട് സ്പേസ്. ഇങ്ങനെ വലിയ ഗ്രൗണ്ട് പോലെയാണ്. ഇതിനും ഇങ്ങനെ ഓടിച്ചാടി നടക്കാനൊക്കെ പാകത്തിനായിട്ടാണ് ഇവിടെ ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കണത്. എന്ത് നീറ്റായിട്ടാണെന്ന് അറിഞ്ഞതൊക്കെ ഇട്ടേക്കണത്. ഒരു വേസ്റ്റ് പോലും ഇവിടെ കാണാനില്ല കേട്ടോ. അതാണ് ഒരു രസമെന്ന് പറഞ്ഞാൽ. വേസ്റ്റ് ഇല്ല, ഒരു സ്മെല്ലില്ല, നല്ല നീറ്റാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കണത് കാണാനായിട്ട്.
അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചു ഗൈസ്. നമ്മളങ്ങനെ ഇരിപ്പായി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ കടകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജ്യൂസാ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തില്ല. ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് മാത്രമേ ഉള്ളൂ. എങ്കിലും ആളുകളുടെ കയ്യിലൊക്കെ ഓരോരോ ജ്യൂസ് ബോട്ടിലും അതും ഇതൊക്കെ ഉണ്ട്. വേസ്റ്റൊന്നും ആരും അവിടെ ഒന്നും ഇടണതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊക്കെ ഒരു സെറ്റ് ചെയ്തേക്കണത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു സൂവിൽ വരുമ്പോൾ ഇതുമാതിരി ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം. ഇത്ര വൃത്തിയോടുള്ളൊരു സൂ ഒക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മളിതേ മൂങ്ങേനെ കണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടു കൂടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മൂങ്ങേന. അതാണെങ്കിൽ ഇതിങ്ങനെ ചാടി വന്നിട്ട് ഇതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കട്ടെ. കഴുത്ത് മാത്രം ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിപ്പുണ്ട്. എല്ലാവരെയും ഇങ്ങനെ ഗൗനിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത് എന്താണ് സംഗതി എന്ന് എനിക്ക് പിടികിട്ടിയത്. അതിൻ്റെ ഫുഡ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ എടുത്തപ്പോഴാണ് നമുക്ക് പിടികിട്ടിയത്. ആഹാ, ഇത് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറന്നു വന്നതെന്നുള്ളത്. അങ്ങനെ അത് പതുങ്ങി പതുങ്ങി വന്ന് അതിൻ്റെ ആ ഫുഡ് എടുത്തിട്ട് അതിങ്ങനെ വീണ്ടും പറന്നു പോകും കേട്ടോ. അത് കാണാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ ഫുഡ് എന്താണെന്ന് മനസ്സിലായ എലിക്കുഞ്ഞാണെന്ന് തോന്നണ്ട കണ്ടിട്ട്. എന്തായാലും അതതിൻ്റെ ഫുഡായിട്ട് അത് പറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും നോക്കിയപ്പോൾ അതിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ അത് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടാണോ എന്നറിയില്ല. അതെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കാണാൻ നല്ല രസമാണല്ലേ. അടുത്തായിട്ട് ഗൈസ് നമ്മൾ കങ്കാരുവിനെ ആണ്ടോ കണ്ടിരിക്കണത്. നല്ല ഭംഗിയുണ്ടല്ലേ അതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാനായിട്ട്. അതങ്ങനെ നിൽക്കണ ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. കുറേ ഉണ്ടായിരുന്നു കങ്കാരൂസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കങ്കാരുവിന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ വൈൽഡ് ക്യാറ്റിനെ ആട്ടോ കണ്ടിരിക്കണത്. ഇത് പൂച്ച പോലെ തന്നെ, പക്ഷേ നല്ല വലിപ്പം ഉണ്ടിട്ട് കാണാനായിട്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ പുലി ഇരിക്കണ പോലെ തോന്നും. അതുമാതിരിയാണ് അതിൻ്റെ ആ ഒരു പുറമൊക്കെ കാണാനായിട്ട്. അങ്ങനത്തെ എത്ര ജീവികളും അനിമൽസൊക്കെ ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയൊന്നും വീഡിയോ എടുത്തില്ല, കുറേയൊക്കെ ആകെ ക്ഷീണിച്ച്. അതുകൊണ്ട് ഇതേ ഇപ്പോൾ നമ്മളിതേ ഒരു ഐസ്ക്രീം ഷോപ്പിൽ വന്നേക്കാണ്ട്. ഇവിടെ സുവനീറും പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളും ഐസ്ക്രീം അല്ല കേട്ടോ, ഒരു ഐസ് പോലത്തെ ഒരു സാധനം ഉണ്ടോ വാങ്ങിയത്. ഒന്നുമില്ല ഗൈസ് ഇതില്, വെറുതെ പച്ചവെള്ളത്തിൽ കളർ വെച്ചാൽ മതി. ചൂടത്ത് തിന്നാൻ നല്ലതാണ്. നല്ല ബെസ്റ്റ് സാധനമാണ്. എല്ലാവരും വാങ്ങിച്ചു നോക്കട്ടെ. ഇതിലുള്ള വെള്ളത്തിലുണ്ടല്ലോ ഇങ്ങനെ കളർ വെച്ചിട്ട് ഇങ്ങനെ മാംഗോയുടെ ഫ്ലേവർ അത്രേ ഉള്ളൂ. കേസ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞില്ല, പക്ഷേങ്കിൽ 4:30 ആയപ്പോഴത്തേനും ഇവിടെ ക്ലോസ്ഡ് ആയി എല്ലാം. ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞ് എല്ലാം അടച്ച് പൂട്ടുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി അനിമൽസുകൾ. അടിപൊളി സൂ ആണ്, ഫ്രീ ആണ്. കേപ്പ്മേൽ വരുന്നവരൊക്കെ ഇവിടെ വരാട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലേ. നല്ല തിരക്ക്.